രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടുക. വിവരങ്ങളുമായി VS അനു ആണ് ചേരുന്നത്. VS അനു, എന്താണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ? നീക്കങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊന്ന്, നമ്മൾ ഉച്ചയ്ക്ക് ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. യുവനടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നുള്ള കാര്യം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരായ ചില തെളിവുകൾ, അതായത് ചാറ്റ്, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം അവർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം തേടുന്നത്. കാരണം ഇയാൾ പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്ന് ഈ പെൺകുട്ടിയുടെ ഈ പറയുന്ന ചാറ്റ് ഹിസ്റ്ററിയിൽ വ്യക്തമാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ, അതായത് യുവനടിയെ പരാതിക്കാരിയാക്കാനുള്ള ഒരു നീക്കം, അതിൽ ഏത് തരത്തിൽ ഈ കേസ് നിൽക്കുമെന്നടക്കമുള്ള കാര്യങ്ങളിലാണ് നിയമോപദേശം നേടിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മറ്റൊരു യൂത്ത് കോൺഗ്രസ് വനിത അവർ നൽകിയ പരാതി ഉണ്ടായിരുന്നു. അതായത് 8-9 പരാതികൾ രാഹുലിന് എതിരായിട്ടായിരുന്നെങ്കിൽ രാഹുലിനെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ് എന്ന് കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വനിത പരാതി നൽകിയത്. ഈ പരാതിയിൽ VD സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ആരോപണങ്ങളുണ്ട്. കാരണം രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരാതി ഉയർന്നു വന്നത് എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയ്ക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശനും പങ്കുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ശരി VS അനു, എന്തായാലും നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ഇപ്പോൾ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടും. അതുപോലെ തന്നെ ഇപ്പോൾ VS അനു ചൂണ്ടിക്കാട്ടിയത് അതിനിർണായകമായ ഒരു കാര്യമാണ്. മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കൂടി പരാതി നൽകുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് ഗൂഢാലോചന എന്നുള്ളതാണ്. VS അനു, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് നൽകാമെന്ന് തോന്നുന്നു. അത് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും എതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ആ പരാതിയിൽ കൂടുതലായി പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ഇത്തരം വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒക്കെ, മാത്രമല്ല പാർട്ടിയിലുണ്ടാകുന്ന നടപടികളൊക്കെ തന്നെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു പരാതിയാണ് ഈ വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരം ജവഹർ നഗറിലെ ഓഫീസിലെത്തിയാണ് അവർ ഈ മൊഴി നൽകിയിട്ടുള്ളത്. ഈ മൊഴിയിൽ പറയുന്നത് രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരാതികൾ മുന്നോട്ട് വരുന്നത്. ഇതിന് പിന്നിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ, രാഷ്ട്രീയമായി വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ആ മൊഴിയും ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം, ഈ ക്രൈംബ്രാഞ്ച് DYSP ഷാജി ഉൾപ്പെടെയുള്ള സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം ഈ ഉൾപാർട്ടി, അതായത് കോൺഗ്രസിനുള്ളിലെ ഒരു ഈ പറയുന്ന വലിയ ഗ്രൂപ്പ് പോരിലേക്കൊക്കെ വഴിവെക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അതൊരു കേവലം രാഷ്ട്രീയ വിഷയം എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ ഇപ്പോൾ VD സതീശനെതിരെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ നടത്തിയ യുദ്ധമൊക്കെ അല്ലെങ്കിൽ തെറിവിളികളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു പരാതിയായിട്ട് തന്നെ, മൊഴിയായിട്ട് തന്നെ ഇത് വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടതാണ്. VS അനു, എന്തായാലും ഇപ്പോൾ യുവനടിയെ ഇക്കാര്യത്തിൽ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത്. നമ്മൾ നേരത്തെ തന്നെ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. യുവനടിയുടെ മൊഴിയിൽ തന്നെ പിന്തുടർന്ന് തന്നെ ശല്യം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നേരത്തെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി ഉന്നയിച്ചത്. അപ്പോൾ ഇനി തുടർ നടപടികളിൽ ഈ നിയമോപദേശം തേടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അതൊക്കെ എത്രമാത്രം ഗൗരവകരമായി ആകും പരിഗണിക്കുക? ഇവിടെ ഏറ്റവും പ്രധാനം ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതികൾ. ഈ പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സർക്കാർ, നിലവിൽ അന്വേഷണ സംഘം ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ ഒരു പരാതിക്കാരി നേരിട്ട് ഇതുവരെയും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാതിക്കാരി അവിടെ അങ്ങനെയാണെങ്കിൽ എത്തും. അതായത് നിലവിൽ സാക്ഷിയാക്കാൻ തീരുമാനിച്ചിരുന്ന, ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയ യുവ നടിയെ പരാതിക്കാരിയാക്കി രാഹുലിനെതിരെ കോടതിയിൽ ആദ്യ റിപ്പോർട്ട് കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും. അതൊരു വലിയ നീക്കമായി ക്രൈംബ്രാഞ്ചിന് മാറുകയും ചെയ്യും. സ്വാഭാവികമായും അതിന് ഉതകുന്ന ഒരു മൊഴിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വളരെ മോശമായ മെസ്സേജുകൾ വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും രാഹുലിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ മൊഴിയും അല്ലെങ്കിൽ കേസെടുക്കാമെന്ന് നിയമോപദേശം ലഭിച്ചാൽ ഉണ്ടാവുകയും ചെയ്യും.
എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടുക. അതുപോലെ തന്നെ മറ്റൊരു പരാതി യൂത്ത് കോൺഗ്രസ് വനിതയുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്, വനിതാ പ്രവർത്തകയുടെ ഭാഗത്തു നിന്നും. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്, രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനുമെതിരെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതിനിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് VS അനു ഇപ്പോൾ നൽകിയത്.